ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പോൾ ഇന്നലെ നമ്മൾ പ്രൊമോയ്ക്കകത്ത് കണ്ട ആ ഒരു ഫൈറ്റ് അതിപ്പോൾ ലൈവിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പ്രൊമോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ഫൈറ്റ് കാണുമ്പോഴത്തേക്ക്, ആ ഒരു പ്രൊമോ കാണുമ്പോഴത്തേക്ക് അതിൽ അനുവിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ഒരുപാട് പേര് കരുതിയിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ആ ഒരു പ്രൊമോ കാണുമ്പോൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് കണ്ടപ്പം എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ പ്രൊമോ വന്നതിന് ശേഷമുള്ളൊരു വീഡിയോയ്ക്കകത്ത് ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഇത് ഇവരെ ടീമാക്കുന്ന സമയത്ത് അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിലയെ വേണ്ട, കിച്ചൺ ടീമിൽ ഇടല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആദില പണി എടുക്കത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു ഫൈറ്റിന് മുമ്പ് കിച്ചണിലെ കാര്യങ്ങളെല്ലാം അനുവായിരിക്കും ചെയ്തിട്ടുള്ളത്. വിളമ്പുന്ന സമയം അല്ലെങ്കിൽ ഉണ്ണാൻ ഇരിക്കുന്ന സമയം ആദില വന്ന് അവിടെ ഇരിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പ്രൊമോയ്ക്കകത്തും നടന്നിട്ടുള്ളത്. ഇതിൽ ന്യായം ആരുടെ ഭാഗത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ൽ 101% ഞാൻ പറയും അനുവിൻ്റെ ഭാഗത്താണ് ന്യായം. ഇപ്പം ഇവിടെ ഈ ഒരു ഫൈറ്റ് എന്ന് വെച്ചാൽ വലിയ ഫൈറ്റൊന്നുമല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഫൈറ്റാണ്. ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യമില്ലായിരുന്നു. ഇത് ക്രിയേറ്റ് ചെയ്തൊരു ഫൈറ്റാണ്. ഈ പറഞ്ഞിട്ടുള്ള ആദില, സാബുമാൻ, ഇവരൊക്കെ ഈ ഒരു വിഷയം ഉണ്ടാക്കുന്ന തന്നെ സാബുമാനാണ്. ഞാൻ ലൈവിൽ കണ്ടപ്പോഴത്തേക്ക് ഇനി സാബുമാനാണ് ഈ ഒരു വിഷയത്തിൻ്റെ തുടക്കം. കാരണം ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് വിളമ്പി, ചോറ് വിളമ്പിയിട്ട് കറി, എല്ലാവർക്കും കറി ആവശ്യത്തിലധികമാണ് അനു അവിടെ കൊടുക്കുന്നുണ്ട്. സാബുമാനാണെങ്കിൽ അതിലധികം കറി വേണം. വീണ്ടും ഏറ്റവും കൂടുതൽ സാബുമാനാണ് കൊടുത്തത്. എന്നിട്ടും സാബുവാണ് ഇവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെ. അത് നമ്മൾ പ്രൊമോയ്ക്കകത്ത് കണ്ടല്ലോ. ഇത് എല്ലാവർക്കും ഈക്വലായിട്ടുള്ള റേഷനാണ്, ഇന്ത്യ മാത്രം റേഷനല്ല. സാബുമാനൊക്കെ ഒന്ന് തുറന്നല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ഷോ തീരുന്നതിന് മുമ്പേ സാബു ഒന്ന് പ്രതികരിച്ചല്ലോ, അത്രയും സന്തോഷം എനിക്കുണ്ട്. ഈ ഒരു കാര്യത്തിനെങ്കിലും പ്രതികരിച്ചല്ലോ, തിന്നുന്ന കാര്യത്തിനെങ്കിലും. സാബുമാനൊക്കെ ഒരു കറിക്ക് വേണ്ടിയിട്ട്, അതും അധികം കിട്ടിയ കറി, ഒരുപാട് കറി അനു നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് സാബുമാൻ പൊട്ടിത്തെറിക്കുന്നല്ലോ, എന്തുവാണ് ഇത്? അപ്പം ഒരു കാര്യം ഓർത്തോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, അനു ടാർജറ്റാണ്. ഇനി വരുന്ന ആഴ്ച അനുവാണ് അവിടുത്തെ ടാർജറ്റ്. കാരണം അനീഷിനൊരു കോമണറാണ്. അനീഷിന് ഇത്രമാത്രം സപ്പോർട്ട് ഉണ്ടെന്നുള്ളൊരു ധാരണ ഇപ്പോഴും മറ്റുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അനു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഷാനവാസിനാണ് അവിടെ സപ്പോർട്ടെന്നാണ് മറ്റുള്ള ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഈ അനീഷ്, ഷാനവാസ് ഇവരെയൊക്കെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. ഇപ്പം ഈ ഒരു സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾ തന്നെയല്ല മുമ്പിൽ നിൽക്കുന്നത്. ഓരോ ദിവസത്തെ ഗെയിമിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഗ്രാഫ് ഇങ്ങനെ ഉയരുകയും താഴെയും ചെയ്യുന്നത്. നമ്മൾ പോളൊക്കെ ചെക്ക് ചെയ്താൽ മതി. ഇന്നത്തെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ നല്ല രീതിയിൽ അനീഷ് പ്രകടനം ചെയ്ത് ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോളിനകത്തല്ല അനീഷായിരിക്കും. അതുപോലെ നാളത്തെ പോളിനകത്ത് അനുവാണ് നല്ലോണം കളിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ പോളിനകത്ത് അനുവായിരിക്കും ഗ്രാഫിൽ മുമ്പിൽ നിൽക്കുന്നത് പോളിനകത്തൊക്കെ. അപ്പം അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതൊക്കെ ഒരുപാട് ചെക്ക് ചെയ്യുന്നുണ്ട്, ഇടുന്ന പോളും കാര്യങ്ങളൊക്കെ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഷാനവാസ് തിരിച്ചു വന്നതിൻ്റെ അന്ന് ഞാനിട്ട പോളിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ഷാനവാസിനാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അങ്ങനെയാണ്. ഈ ഒരു സീസണിൽ ഇന്നൊരു ആളെന്ന് മാത്രം ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഒരേ ഒരു ആളിലാണ് ഈ പോള് പോലും അല്ലെങ്കിൽ വോട്ട് പോലും ഫോക്കസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അയാളെ ഗ്രാഫ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോബിൻ, അതുപോലെ അഖിൽമാരാർ, അപ്പം അതുപോലെ അവരെയൊക്കെ ഒരു വോട്ടിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞ പോലെ അവരെ ആൾക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരൊരു ഗ്രാഫ് താഴോട്ട് പോകത്തില്ല. പക്ഷേ ഈ ഒരു സീസൺ 1 തൊട്ട് ഇതുവരെ ഇന്നത്തെ ഒരു എപ്പിസോഡ് വരെ, അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു എപ്പിസോഡ് വരെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് മിക്കുള്ള പോളുകളും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്, മിക്കുള്ളിടത്ത് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം എല്ലാം അത് തന്നെ. കാരണം ഒരു ദിവസം ആരാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് അവരായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്, ആ ഒരു ദിവസത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഇവിടെ അനീഷിൻ്റെ സപ്പോർട്ട് ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പം അവിടെ ഉള്ള ആൾക്കാരെല്ലാം അനുവിനെയാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആദില, അതുപോലെ ആദില നൂറയ്ക്ക് വേണ്ടിയിട്ട് കപ്പ് മേടിച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ് ആദില ഇനി നോക്കുന്നത്. കാരണം ആദില ഇപ്പം ഈ ഒരു വിഷയം തന്നെ, ഈ ഒരു ഫുഡിൻ്റെ പ്രശ്നം തന്നെ അനുവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത് തന്നെ വെറുതെ ക്രിയേറ്റ് ചെയ്തൊരു വിഷയമാണ്. വെറുതെ എങ്ങനെയെങ്കിലും പുള്ളിക്കാരി പുറത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പം
അതിലേക്കുണ്ട്. കാരണം പണപ്പെട്ടി എന്നുള്ളൊരു ഒരു പണപ്പെട്ടി എടുത്ത് പുറത്ത് പോകുക എന്നുള്ളൊരു ഒരു ഇതായിരുന്നു പുള്ളിക്കാരിയുടെ മനസ്സിൽ ആദിലയുടെ. ആ പണപ്പെട്ടിയിലിട്ട് ബിഗ് ബോസ് പണി കൊടുത്തു. അപ്പോൾ പുറത്തു പോകാൻ പണവും കിട്ടിയില്ല, പുറത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തു പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള നൂറയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ആദിലേക്ക് കിട്ടുന്ന വോട്ടും കൂടെ നൂറയ്ക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ വരുവാണ് ആദില. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്, അനു പല അവിടെ നിൽക്കുന്ന പല ആൾക്കാരുടെയും ടാർഗറ്റായി കഴിഞ്ഞു. ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു നല്ലൊരു പ്രേക്ഷക സപ്പോർട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കി കഴിഞ്ഞാൽ അവർക്കൊക്കെ അത്രയും നല്ലതല്ലേ. അല്ലെങ്കിൽ ആദിലയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് പുള്ളിക്കാർ ചിന്തിച്ചേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദില അനുവിനെ പുറത്താക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ആദില പുറത്തു പോയി കഴിഞ്ഞാൽ ആദിലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും കൂടെ വോട്ട് നൂറയ്ക്ക് പോകും. അപ്പോൾ ഇവർ തമ്മിൽ രണ്ടുപേരും കൂടെ വോട്ടും കൂടെ കിട്ടുമ്പോഴത്തേക്ക് അത്യാവശ്യം നൂറയ്ക്ക് നല്ലപോലെ കയറി പോകാമല്ലോ. ഒരു ടോപ്പ് 3 ടോപ്പ് 2ലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസും ഇല്ലാതില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു വഴക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വഴക്കിൽ 100% ഈ പറഞ്ഞിട്ടുള്ള അനുവിൻ്റെ ഭാഗത്താണ് ന്യായം. അപ്പം പുള്ളിക്കാരി നല്ല രീതിയിൽ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴക്കുണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വഴക്കുണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് ബാക്കി വന്നു. അപ്പോൾ ചോറ് ബാക്കി വന്നതിന് ശേഷം ആ ചോറിന് വേണ്ടിയിട്ടുള്ള കറിയും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. അതാണ് ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം കുരുപൊട്ടിയത്. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് അനാവശ്യമായിട്ട് ഈ ഷാനവാസാണ് അതിലെടുത്ത് ചെന്ന് പറയുന്നത്, ഈ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ചെന്ന് പറയുന്നത്. അപ്പം അത് കേട്ടതും അവിടെ നിന്ന് ചാടി എണീറ്റ് വന്നിട്ട് അനുവിൻ്റെ അടുത്ത് തട്ടിക്കറിക്കുന്നത്. വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുവാണ് ഇന്ന് കിച്ചണിൽ മൊത്തം ഒറ്റയ്ക്ക് നിന്നും ജോലി എടുത്തിട്ട്. അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ. കാരണം ഈ സാബുമാനായിക്കോട്ടെ, സാബുമാൻ കിച്ചൺ ടീമിലുണ്ട്, ആദില കിച്ചൺ ടീമിലുണ്ട്. ഇവരാരും ഒരു ഹെൽപ്പ് പോലും ചെയ്തു കൊടുക്കത്തില്ല. എന്തെങ്കിലും ഒരു വെജിറ്റബിൾ പോലും അരിഞ്ഞു കൊടുക്കുന്നതായിട്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല. ഇവരെന്താ ചെയ്യുന്നത്, അവിടെ എവിടെയും പോയിട്ട് മറ്റുള്ളവരായിട്ടിരുന്നിട്ട് ബീൻ ബാഗിലും അവിടെ എവിടെയും കടന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള കളിയും ചിരിയും ഇതൊക്കെയാണ്. അവിടെ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് ആ ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് അത് അയാൾ വിചാരിക്കും എങ്ങനെ വിളമ്പണമെന്ന്. ഇപ്പോൾ കുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ, ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ആ ഉണ്ടാക്കുന്ന വ്യക്തിക്ക് അറിയാമല്ലോ അത് എങ്ങനെ വിളമ്പണമെന്ന്. ഇവിടെ ആദിലോട് പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെ. ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്ക് വിളമ്പാനും എനിക്കറിയാമെന്ന് പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ് അല്ലേ. ഞാൻ പിന്നെ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? എന്തിനാണ് പോകുന്നത്? കാരണം ഈ കിച്ചൺ ഡ്യൂട്ടി എടുത്ത് തലയിൽ വെച്ചിട്ട്, എല്ലാം കൂടെ എടുത്ത് തലയിൽ വെച്ചിട്ട് വെറുതെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അവരെ ഈ പറഞ്ഞ പോലെ രുചികരമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ വയറ് നിറപ്പിച്ചിട്ട് അവസാനം അവരെ വായിരിക്കുന്ന കേൾക്കേണ്ട അവസ്ഥയാണ് ഈ പുള്ളിക്കാരിക്ക് വന്നിട്ടുള്ളത്. കിച്ചൺ ഡ്യൂട്ടിയിൽ അന്ന് പുള്ളിക്കാരിയുടെ അനുവിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നല്ല, അനുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ ന്യായമുണ്ട്. വെറുതെ ഈ പറഞ്ഞിട്ടുള്ള വീട്ടുകാരെ അനുവിൻ്റെ മിക്കിട്ട് കയറാൻ പോകുന്നൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. പുള്ളിക്കാരിയുടെ ഭാഗത്തും തെറ്റില്ലാത്തതായിട്ടുള്ള ആൾക്കാരില്ല. പക്ഷേ ഇത് തെറ്റിനെക്കാളും ശരിയാണ് പുള്ളിക്കാരിയുടെ ഭാഗത്തുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു വിഷയത്തിൽ തന്നെ ന്യായം അനുവിൻ്റെ ഭാഗത്താണ്. അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് വിളമ്പി കൊടുക്കാനും അറിയാം. അനു അവിടെ ചിന്തിച്ചെന്താണ്, ആ ഒരു കറി എടുത്ത് കുറച്ച് മാറ്റി, ചോറും ബാക്കി വന്നിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കറിയും കൂടെ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ പറഞ്ഞിട്ടുള്ള ഷാനവാസ്, അക്ബർ, അനീഷ്, ഈ പറഞ്ഞിട്ടുള്ള സാബുമാനാണ് ഏറ്റവും കൂടുതൽ തിന്നുന്നത്. ഞാൻ നോക്കിയിട്ട് നെവിനേക്കാളും കൂടുതൽ തിന്നുന്ന സാബുമാനാണെന്ന് തോന്നുന്നു. അപ്പം ഇവരൊക്കെ പിന്നെയും വന്ന് ചോറ് മേടിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ചോറ് മേടിക്കുന്ന സമയത്ത് കറി വേണമല്ലോ. പക്ഷേ കുറച്ച് ചോറെടുത്ത് വെച്ച് കറിയും കൂടെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആയാലും ഇവർക്കത് ഉപകാരപ്പെടത്തില്ലേ? ആർക്കെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആയാലും ഉപകാരപ്പെടും. ചോറ് മാത്രം എടുത്ത് വെച്ചിട്ട് എന്താണ് കാര്യം? നമ്മൾ തന്നെ വീട്ടിൽ ഈ പറഞ്ഞിട്ടുള്ള ചോറും കറിയും ഉണ്ടാക്കുന്ന സമയത്ത്, വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് തിന്നോ? ഇല്ല. ബാക്കി വരുന്ന കറി എടുത്ത് വെക്കും പിന്നത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണം ചെയ്യാനെ കൊണ്ട്. അല്ലാതെ എല്ലാം കൂടെ ഇവിടെ കറി കൊടുത്തില്ല എങ്കിൽ, ഇച്ചിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് പറയാം. ഈ പറഞ്ഞിട്ടുള്ള ആദിലയുടെ ഭാഗത്തും സാബുമാൻ്റെ ഭാഗത്തും ഇവരെയൊക്കെ ഭാഗത്താണ്, അക്ബറിൻ്റെ ഭാഗത്ത് ഇവരെയൊക്കെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ആവശ്യത്തിലധികം കറി ഇവർക്ക് കൊടുത്തു. അത് അനീഷും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിലധികം കറി തന്നില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത്? അനീഷ് ചോദിച്ചു. ശരിയല്ല, ആവശ്യം പോലെ കറി കൊടുത്തിട്ടാണ് പിന്നെയും പ്രശ്നം ഉണ്ടാക്കുന്നത്. ആകെ ഇച്ചിരി ചോറ് ഇട്ടുകൊണ്ട് പോകും, ഒരു ലോഡ് കറിയും മേടിച്ചുകൊണ്ട് പോകും. എന്തുവാടേ ഇതൊക്കെ? അപ്പോൾ ഇവിടെ അനുവിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് 100-ൽ 101% ന്യായം. കാരണം
ഈ ഒരു പ്രൊമോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. കാരണം അനു ഒറ്റയ്ക്ക് നിന്ന് കിച്ചണിൽ നിന്ന് ആ ഒരു ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാമെന്നുള്ളൊരു ഡയലോഗ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇത് സത്യം പറഞ്ഞാൽ അനു ഈ ഒരു കിച്ചണിൽ ഇങ്ങനെ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം സഹിച്ച് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഈ അനുവിൻ്റെ ഫാമിലി വീക്കിൽ അനുവിൻ്റെ അമ്മയും അതുപോലെ വീട്ടിൽ നിന്നൊക്കെ സിസ്റ്റർ ആരും കണ്ട ഒരു സിസ്റ്ററാണെന്ന് തോന്നുന്നല്ലേ, പുള്ളിക്കാരിയും വന്നായിരുന്നല്ലോ. അപ്പം ആ സമയത്ത് അവർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ കിച്ചണിൽ തന്നെ ഇങ്ങനെ ഇത് ഒതുങ്ങിക്കൂടല്ലേ, എന്തിനാ അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഇവർ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം വെട്ടി വിഴുങ്ങാനെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാനല്ല വന്നതെന്ന് അവർ പറഞ്ഞത്. ശരിയാണ്, അത് ഉള്ള കാര്യം തന്നെയാണ്. എന്തിനാണ് ഇവരെ വായിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടത്? പിന്നെ ഒരു കാര്യം, ആരെങ്കിലും ഇതിന് ഈ പറഞ്ഞിട്ടുള്ള കിച്ചൺ ഡ്യൂട്ടിക്ക് ഇറങ്ങിയില്ലെങ്കിൽ അവിടെ പട്ടിണിയാണ്, വേറെ ആരും ചെയ്യത്തില്ല. ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഞാൻ ലൈവിൽ കാണുമ്പോഴെല്ലാം അനുവിനെ സഹായിക്കാനെ കൊണ്ട് അനീഷ് ഉണ്ടായിരുന്നു, ഷാനവാസ് ഉണ്ടായിരുന്നു, ഇവർ മാത്രമേ കിച്ചണിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ആദിലയും സാബുവിനെയും ആ പരിസരത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല, പരിസരത്ത് പോലും കണ്ടിട്ടില്ല. ഏതെങ്കിലുമൊക്കെ ഒരു മിനിറ്റോ 2 മിനിറ്റോ വന്നൊന്ന് കറങ്ങിയിട്ട് പോകുമായിരിക്കും, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും പുള്ളിക്കാരി ഒറ്റയ്ക്ക് നിന്ന് ചെയ്തിട്ട് ഈ അവിടെ ഈ അനുവിനെ എടുത്ത് തിന്നാൻ വേണ്ടിയിട്ടല്ല ആ കറി മാറ്റി വെക്കണമെന്ന് പറഞ്ഞത്. ഈ സാബുമാനൊക്കെ അവിടെ പറയുന്നുണ്ട് എല്ലാവർക്കും ഈക്വലായിട്ടുള്ള റേഷനാണ്, എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവിന് മാറ്റി വയ്ക്കാൻ, അനുവിനെടുത്ത് തിന്നാൻ വേണ്ടിയിട്ടല്ല മാറ്റി വയ്ക്കാൻ പറഞ്ഞത്. അവിടെ പിന്നെയാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഈ കഴിച്ചിട്ട് ഈ അക്ബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെവിൻ ആയിക്കോട്ടെ, ഈ ഷാനവാസ് ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, ഇവരെല്ലാം സാബുമാൻ ആയിക്കോട്ടെ, ഈ വഴക്കുണ്ടാക്കിയ ആൾക്കാർ തന്നെ പിന്നെയും വന്ന് രണ്ടാമത് മേടിച്ചുകൊണ്ട് പോയി തിന്നുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് രണ്ടാമത് വരുന്ന സമയത്തും ഈ കറി ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടല്ലേ ഈ പുള്ളിക്കാരി എടുത്ത് മാറ്റി വെച്ചതല്ല, അല്ലാതെ അനുവിനെടുത്ത് ഒറ്റയ്ക്ക് തിന്നാനല്ലല്ലേ. എന്നാലും അത്രയും ഡയലോഗൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ആദിലേക്ക് എന്തൊരു മോശപ്പെട്ട ഡയലോഗാണ് അവിടെ കിടന്ന് അടിച്ചത്, എന്തൊരു ഷോപ്പാണ് കാണിച്ചത്. ഇതൊക്കെ ലൈവ് കണ്ട ആൾക്കാർക്ക് നല്ല രീതിയിൽ വ്യക്തമാവും. എപ്പിസോഡിനകത്തൊക്കെ ഇനി ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്കും പ്രൊമോ കണ്ട് വിലയിരുത്തുന്ന ആൾക്കാർക്കും കാരണം ലൈവ് കാണുന്ന പോലെ ആണ്. ലൈവ് ആകുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് ആരെ ഭാഗത്താണ് മിസ്റ്റേക്സ് എന്നൊക്കെ കുറേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതിൽ ആരെ ഭാഗത്താണ് ന്യായം? ലൈവ് കണ്ട ആൾക്കാരുണ്ടെങ്കിലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ, സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ലൈവിലെ വിഷയങ്ങളുമായിട്ടൊക്കെ ഞാൻ വരാം. സീ യു.